റമളാനിനുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലുള്ള രാത്രി, ഭക്തിയാലുള്ള രാത്രി. റമളാനിനുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലുള്ള രാത്രി, ഭക്തിയാലുള്ള രാത്രി. ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ തുറന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ അതിശക്തമായ ചൂടുകാലത്തും നോമ്പ് പിടിക്കുന്നവരുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. കാരണം കൊച്ചുമക്കളൊക്കെ വല്ലാണ്ട് വലയുന്ന നിമിഷങ്ങളാണ്. എങ്കിലും പടച്ചോൻ എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും തരട്ടെയെന്ന് ദുആ ചെയ്യുന്നു. പിന്നെ ഇന്ന് നമ്മളിവിടെ ഉറട്ടിയും എന്താ പറയുക, നമ്മളെ പാലും പഴമാണ്. പാലും പഴവും നമ്മൾ സാധാരണ ഇവിടെ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചൂട് സമയങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ പാലും പഴവും. കാരണം വേറെ ഒന്നും അതിൽ ചേരുന്നില്ല. തേങ്ങാപ്പാലും പാളയും കൂടെ പഴവും, പിന്നെ പഞ്ചസാര, ഏലക്ക, പിന്നെ ഇന്ന് ഞാൻ കുറച്ച് കസകസും പിന്നെ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ കാപ്പിക്കുള്ളത്. കറിയായിട്ടും നല്ല, അത് സാധാരണ വെറുതെ ആയാലും കഴിക്കാനുള്ള സാധനമാണ്. അരി ആഹാരത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ അത്. അതായത് പത്തിരി, ഉറട്ടി, ഇടിയപ്പം, പുട്ട്, ഇതിൻ്റെയൊക്കെ കൂടെ കൂടുതലും ഇടിയപ്പം കൂടുതൽ കോമ്പിനേഷൻ ആവുക. അല്ലാണ്ട് ഗോതമ്പ് മാവിലൊന്നും അവിക്കുന്നതിലൊന്നും അതിൽ കോമ്പിനേഷനല്ല. പിന്നെ ഉള്ളത് തണ്ണിമത്തൻ വെച്ച് ജ്യൂസ് ഉണ്ടാക്കി. അവർക്കിന്ന് ജ്യൂസ് മിക്സിയിൽ അടിക്കണ്ട, ഒന്ന് ഫ്രഷായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചുള്ള രീതിയിൽ നമ്മൾ ഒരു സർബത്ത് പോലെയാണ് ഉണ്ടാക്കിയത്. അതിൽ തണ്ണിമത്തൻ, പാല്, ഏലക്ക, കസകസ്, പിന്നെ പഞ്ചസാര, ഇതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത സംഭവമാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പള്ളിയിൽ നിന്ന് വൈകുന്നേരം ആയപ്പോൾ മോന് പള്ളിയിൽ നിന്ന് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയുമായിരുന്നു. അത് ഞാൻ നമസ്കരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ പത്തിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ട്. അപ്പം എനിക്കെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇപ്പോൾ ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും അധികം ചിലവാവാത്ത ദിവസങ്ങളാണ്. കാരണം ഈ ലാസ്റ്റത്തെ 10 ദിവസം ആകുമ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും തറാവിക്കും പോയിട്ട് രാത്രി ഇത്തിക്കാഫും കൂടെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പിന്നെ ഫുഡ് നമുക്ക് കിട്ടാറുണ്ട് പള്ളിയിൽ നിന്ന്. 10 ദിവസം ഉണ്ടാവും. അപ്പം ചിലപ്പം ബിരിയാണി ആയിരിക്കും. അപ്പോൾ ഇന്നലെ നെയ്ച്ചോറും ഇറച്ചിയും അച്ചാറും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പം ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ നെയ്ച്ചോറായിരിക്കും. അപ്പം അതുകൊണ്ട് അത്താഴത്തിന് അവർക്ക് 2 പേർക്കും 2 പൊതി വീതം കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് ധാരാളമാണ്. നമുക്ക് 4 പേർക്കും അൽഹംദുലില്ലാ അത് മതിയാവും. അത് കാരണം നമുക്ക് ഇറച്ചി, മീൻ ഇതൊന്നും ചിലവാകുന്നില്ല. പിന്നെ നമുക്കിന്ന് 27 രാവാണ്. ഇതെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഒന്ന് പോച്ച് റെഡിയാക്കി അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോയി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.